8 വാക്യങ്ങൾ 1 മുതൽ 6 വരെ. ഇനി വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെ പറ്റി. നമുക്കെല്ലാം അറിവുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നു. അറിവ് അഹങ്കാരം ജനിപ്പിക്കുന്നു. സ്നേഹമാകട്ടെ പണ്ടുയർത്തുന്നു. ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നു എന്ന് ചിന്തിക്കുന്നെങ്കിൽ അറിയേണ്ടതുപോലെ ഇനിയും അവൻ അറിഞ്ഞിട്ടില്ല. ആരെങ്കിലും ദൈവത്തെ സ്നേഹിച്ചാൽ അവൻ ദൈവത്താൽ അറിയപ്പെടും. വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷ്യവസ്തുക്കളെ പറ്റിയാണെങ്കിൽ ലോകത്തിൽ വിഗ്രഹം ഒന്നുമില്ലെന്നും ഏകദൈവമല്ലാതെ ദൈവമില്ലെന്നും നമുക്കറിയാം. ദേവന്മാർ എന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിലോ ഭൂമിയിലോ ഉണ്ടായിരിക്കാം. അനേകം ദേവന്മാരും അനേകം നാഥന്മാരും ഉള്ള പോലെ, എന്നാൽ നമുക്ക് ഒരു ദൈവമേ ഉള്ളൂ, പിതാവേ. അവനിൽ നിന്നാണ് എല്ലാം, നാമും അവനിലാണ്. ഒരു കർത്താവേ ഉള്ളൂ, ഈശോ മിശിഹ. അവൻ വഴി എല്ലാവരും ഉണ്ടായി, നാമും. കർത്താവായ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയർ പ്രദേശത്തേക്ക് പോയി. അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഉടനെ ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ പാദത്തിങ്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പറഞ്ഞു, ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, എങ്കിലും മേശയ്ക്ക് കീഴിൽ നിന്ന് നായ്ക്കളും മക്കളുടെ അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. ചിലർക്ക് കുറച്ചുകൂടെ കൂടുതൽ കാണാം, ചിലർക്ക് കുറച്ച് കാണാം. പക്ഷേ തമ്പുരാൻ ആവശ്യപ്പെടുന്നത് നിന്റെ വിശ്വാസം എത്രമാത്രം ഉണ്ട്. ഒന്നും ചിന്തിച്ചാൽ അത് മാത്രം ചിന്തിക്കാതെ തരുന്നു, ഒത്തിരി തരുന്നില്ല. എത്രമാത്രം വിശ്വാസം നമുക്ക്. അത് വെറുമൊരു ആഘോഷത്തിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിലാണ്. ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അതിന് യാതൊരു അർത്ഥവുമില്ല. വിശ്വാസമില്ലാതെ ഞാൻ എത്ര ഈ ഒരു സാധനം ഇട്ടാലും, ഈ വിശുദ്ധ വസ്ത്രം ഇട്ടാലും അതിന് യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തിലെ നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തന്നെ ഊട്ടിയുറപ്പിക്കാം, കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാം. നമ്മുടെ സർവരാജ്ഞ അവകാശികളാകുകയും മരണം കഴിഞ്ഞവരിൽ നിന്ന് വേർപിരിഞ്ഞ സഹോദരങ്ങളെ നിത്യഭാഗത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സത്യസംഘടന സഹോദരങ്ങളെ
പ്രത്യയശാസ്ത്രങ്ങളെ അനുഗ്രഹിക്കണമെന്ന് എന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അതിവിസ്തൃത പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവും യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേ കർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാരുടെയും ഓർമ്മയാദരിച്ചു നിങ്ങൾ പ്രാർത്ഥിക്കും. വിശാല സ്നേഹത്തിലും വിശ്വാസമുള്ള എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുവല്ല അങ്ങ് നൽകിയ ആനന്ദകന്യാ സ്നേഹത്തോട് ഉറച്ച വിശ്വാസത്തോടും കൂടി പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദര വിശാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുകയും നിങ്ങൾക്ക് എല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിൽ നിന്ന് വരെയോടത്ത് വിളിച്ചുപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവൻ സൂക്ഷിച്ചു വീക്ഷിക്കുകയും ഭയഭക്തിയനമായ രഹസ്യങ്ങൾക്ക് ഉദാശയപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥമായി സമാധാനം സമൃദ്ധം വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കും. സമാധാനം ആർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. അപ്രകാരം കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി
ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പൊലീത്തായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജേക്കബ് മെത്രാന് വേണ്ടിയും ഞങ്ങളുടെ മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നവരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിജനകമായ വിധം വർദ്ധിച്ച കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാരപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവം ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായി, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ രക്ഷയുടെ മൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപങ്ങളാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ പ്രതിവസ്ഥാത്തിച്ചുകൊണ്ടും സഹോദരനെ തെറ്റ് ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സാലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വഴി നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശ്വമാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാനാഭൂതിരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവ് ഞങ്ങളുടെ ശരീരങ്ങളെ ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതനായ ദൈവമേ, അങ്ങയുടെ സ്വർഗ്ഗരാജ്യത്തിൽ സർവ്വവിസ്തരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവതരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ
നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സഹോദര സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാൻ അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായ ഞങ്ങൾ കാരുണ്യപൂർവ്വം നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായെ സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിനുള്ള ആരാധ്യമായി ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെ നാഥ എന്നേക്കും. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കണമേ. ഞങ്ങളുടെ യാതനകൾ അങ്ങയുടെ സന്നിധിയിലെത്തട്ടെ. ഞങ്ങളുടെ ബലികളും കാഴ്ചകളും സ്വീകരിച്ച് മരിച്ചവരുടെ കടങ്ങൾ പൊറുക്കണമേ. നിഷ്കളങ്കനായ ആബേലിന്റെ ആദിബലി പോലെയും നീതിമാനും നിർമ്മലമായ നോഹിന്റെയും കർത്താവ് വിശ്വാസമർപ്പിച്ച അബ്രഹാത്തിന്റെയും കഷ്ടതകൾ സഹിച്ച ജോബിന്റെയും സത്യപ്രവാചകനായ ഏലിയായുടെയും സഹിയോൻസായയിലെ സ്ലീഹന്മാരുടെയും ബലികൾ പോലെയും വിധവയുടെ കൊച്ചുകാശ് പോലെയും അങ്ങയുടെ ദാസർക്ക് വേണ്ടിയുള്ള ഈ ബലി കർത്താവെ കനിവോടെ സ്വീകരിക്കണമേ. അങ്ങയുടെ അഭീഷ്ടം നിറവേറ്റിയ സകല നീതിമാന്മാരോടും കൂടെ ഈ സഹോദരരെ സ്വർഗീയ മണവറയ്ക്ക് യോഗ്യരാക്കണമേ. കർത്താവേ, അങ്ങയുടെ ദാസർക്ക് വേണ്ടിയുള്ള ഈ ബലി സ്വീകരിക്കുകയും ഈ ആളുകളുടെയും ഇവരുടെയും സ്നേഹിതരുടെയും കടങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ മായ്ക്കുകയും ചെയ്യണമേ. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ ഈ എളിയ ദാസരെ അങ്ങയുടെ വലതുഭാഗ നീതിമാന്മാരോടുകൂടെ സ്വർഗീയ മണവറയിൽ വസിക്കുവാൻ യോഗ്യരാക്കണമേ. സുദീർഘവും ഭാഗ്യപൂർണവുമായ സ്ഥലത്ത് ഈ സഹോദരരെ സ്മരിക്കുകയും നിത്യാശ്വാസം നൽകി ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. ഇവിടെ ഈ ത്രിയേക ദൈവത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എന്നേക്കും സമർപ്പിക്കട്ടെ. ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിച്ച നിങ്ങളെല്ലാവരും ദൈവാനുഗ്രഹത്താൽ പാവമോചനത്തിന് യോഗ്യരാവുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഈ സമൂഹത്തെയും ഈ ഭവനത്തെയും ഞങ്ങളെല്ലാവരെയും സമർത്ഥമായി ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന്റെ സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാട് കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പൗരാണിക കീർത്തനങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയെന്നെ സുതരാണവരം ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരാശിഷ
പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുഗ്രഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാ നോഹബറാഹം ഇസഹാക്ക് യാക്കോബ് മഹിദാസേർനൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഗുരുവത്സരരാം സ്നേഹരുമൊരുവോർ വിനയാന്വിതനായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലികൾ നാഥ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാ വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കർത്താവേ, അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപം നിന്റെ പക്കൽ നിന്നാകുന്നു. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമാ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസീദാസന്മാരെ വിളിക്കുകയും നിന്റെ വലതുഭാവം നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ നീ മഹിമയോടുകൂടി ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെ നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറടങ്ങൾ ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കുകയും ചെയ്യുന്ന ഭയാനക വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലെ ഞങ്ങളുടെ ഈ സഹോദരി സഹോദരന്മാരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
അൽഫോൻസാമയുടെ എനിക്കറിയത്തില്ല എങ്ങനെ ചൊല്ലുന്നതെന്ന്, എന്തെങ്കിലും കുറവുണ്ടായെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. സകലത്തിൻ്റെയും കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നന്മകളെക്കുറിച്ചും അങ്ങേക്ക് ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സകല പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ മനസ്തപിച്ച് വെറുതെ ഉപേക്ഷിക്കുകയും ഇനി ഒരിക്കലും പാപം ചെയ്യലും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നു. സർവ്വനന്മ സ്വരൂപിയെ അങ്ങേ ഞങ്ങൾ മുഴുഹൃദയത്തോടെ സ്നേഹിക്കുന്നു. അങ്ങേ വിശുദ്ധദാസിയ വിശുദ്ധ അൽഫോൻസാമയ്ക്ക് അങ്ങ് നൽകിയിട്ടുള്ള സകല വിശിഷ്ടവരങ്ങളെ കുറിച്ചും ആ കന്യകയോട് ചേർന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അൽഫോൻസാമയെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ അങ്ങ് നയിച്ചതുപോലെ ഞങ്ങളെ നേർവഴി കാട്ടി നടത്തണമേ. എളിമയിലും വിനയത്തിലും വിശ്വസ്തയോടെ അങ്ങേ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശുദ്ധിയിലും വിവേകത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ അൽഫോൻസാമ വഴി ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കാരുണ്യവും സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അഞ്ചാം ദിവസത്തെ പ്രാർത്ഥന. ഞാൻ ഹൃദയശാന്തതയും എളിമയുള്ളവനാകുന്നു. നിങ്ങളിൽ നിന്ന് പഠിക്കുവിനെന്ന് അരുൾ ചെയ്ത ദിവ്യനാഥ, പ്രതികൂല സാഹചര്യങ്ങൾ മാധുര്യത്തോടെ പെരുമാറിക്കൊണ്ട് അങ്ങേ ശാന്തയ്ക്ക് സാക്ഷ്യം വഹിച്ച അൽഫോൻസാമയെ സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിച്ചു വണങ്ങുന്നു. ദിവ്യനാഥ, ജീവന്റെ വിവിധ മേഖലകൾ മറ്റുള്ളവരോട് മാധുര്യപൂർവ്വം പെരുമാറുവാനുള്ള കൃപാവരവും പ്രത്യേകമായി ഞങ്ങൾ ഈ നൊവേനയിൽ യാചിക്കുന്ന അനുഗ്രഹവും അങ്ങേ വിശ്വസ്ത ദാസി വഴിയായി ഞങ്ങൾക്ക് നൽകുമാറാണ് എന്ന് അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പ്രാർത്ഥിക്കാം. വിശുദ്ധ അൽഫോൻസാമേ, മധ്യസ്ഥയാൽ ആത്മീയവും ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. വിശുദ്ധ അൽഫോൻസാമയുടെ സഹായത്താൽ രോഗികൾക്ക് രോഗശാന്തിയും ആത്മീയവും മാനസികവുമായ ക്ലേശം അനുഭവിക്കുന്ന സമാധാനം ലഭിക്കുമാറാകട്ടെ. അൽഫോൻസാമയെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിക്കുവാൻ തിരുമനസ്സായ സർവേശ്വര, അങ്ങേ മക്കളായ ഞങ്ങളും ഈ ലോകത്തിൽ ജീവിക്കുന്ന കാലമത്രയും ആ കന്യകയെ പോലെ പരിശുദ്ധരായി ജീവിക്കുവാനും വിശ്വസ്തയോടെ അങ്ങേ ശുശ്രൂഷ ചെയ്യുവാൻ നിത്യഭാഗ്യം പ്രാപിച്ച് പരലോകത്തിൽ അങ്ങേ നിരന്തരം സ്തുതിച്ച് വാഴ്ത്തുവാനും അനുഗ്രഹം ചെയ്യണമെന്ന് അങ്ങേ തിരുക്കുമാരൻ ഈശോ മിശിഹായുടെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമാധാന പ്രാർത്ഥന. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെല്ലാം അവൻ നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് അരുൾ ചെയ്ത സ്നേഹം നിറഞ്ഞ യേശുവേ, അങ്ങേ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ ചെയ്യുന്ന ഈ അപേക്ഷയുടെ ഫലം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഈശോ മറിയ യോസേപ്പേ, നിങ്ങളുടെ പ്രത്യേക ഭക്തിയാ വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യയോഗ്യതകളെ പരിഗണിച്ച യോഗ്യരും പാപികളുമെങ്കിലും നിങ്ങളുടെ മക്കളായ ഞങ്ങളെ വിശുദ്ധീകരിച്ച സ്വർഗ സൗഭാഗ്യത്തിന് യോഗ്യരാക്കണമെന്നും ഞങ്ങൾക്കിപ്പോൾ ഇത്രയും ആവശ്യമായ അനുഗ്രഹങ്ങളും അങ്ങേ വിശ്വസ്താദാസ് വഴിയായി സാധിച്ചു എത്രയും എളിമയോടുകൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായിട്ട് ഇന്നത്തെ കുർബാനയ്ക്ക് നിങ്ങളോടുകൂടിയായിരിക്കും ദൈവം എന്ന് പറയുന്നു. നിങ്ങൾക്ക് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായി പോകും. 3 കുർബാനയും മാറി മാറി ചൊല്ലുന്നു. ലാറ്റിനും മലങ്കരയും മലബാറൊക്കെ ചൊല്ലുന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ മലങ്കര ചിലപ്പോൾ കയറി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ലാറ്റിൻ ചിലപ്പോൾ ആയി പോകും. കുറവുണ്ടായിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം.